പാലാരൂപത കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് നടത്തിയ സുവിശേഷവുമായിട്ടുള്ള ഒരു യാത്രയെ വിലയിരുത്തുന്നതിനും ലോകത്തിൻ്റെ അതിരുകളോളം പാലായുടെ മണ്ണിൽ നിന്ന് പരന്ന സുവിശേഷ പ്രകാശത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്നതിനും വേണ്ടിയിട്ടുള്ള കൃപ നിറഞ്ഞ ഒരു സംഗമത്തിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളേവരെയും നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാലാരൂപതയ്ക്ക്, കേരള സഭയ്ക്ക് വളരെ സവിശേഷമായി കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകുന്ന കല്ലറങ്ങാട്ട് പിതാവിനോടുള്ള ആദരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് തഗ് ഡയലോഗുകൾ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഡയലോഗുകൾക്കാണ് അങ്ങനെ പറയാറ്. എനിക്ക് തോന്നുകയാണ് ഈ കാലഘട്ടത്തിൽ സുറിയാനി സഭയിലെ മേൽപ്പട്ടക്കാരിൽ ഈ അടുത്ത് ഏറ്റവും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു തഗ് ഡയലോഗ് പറഞ്ഞത് നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവാണ്. ഈ മുനമ്പത്തൊക്കെ ചെന്നിട്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ ഞാൻ മീനച്ചിലാറിൻ്റെ തീരത്ത് മുനമ്പം പുനഃസൃഷ്ടിക്കുമെന്നുള്ള കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ധീരമായ വാക്കുകൾ ഇംഗ്ലണ്ടിൽ ഇരുന്ന് കേട്ടപ്പോൾ ശ്രാമ്പിക്ക പിതാവിൻ്റെ ഒപ്പം എനിക്കും രോമാഞ്ചമുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നു, ഈ സുറിയാനി സഭയ്ക്ക് മുൻപിൽ നിന്ന് നയിക്കാൻ ധീരമായ ചില നേതൃത്വങ്ങളുണ്ട്. അതിലേറ്റവും പ്രോജ്വലമായിട്ടുള്ളത് പാലായിൽ നിന്നാണ് എന്നുള്ളതിൽ അഭിമാനത്തോടുകൂടി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. The world is desperately in need of the light of Christ. പത്രോസിന്റെ ബസിലിക്കയുടെ ചരിത്ര പ്രസിദ്ധമായ ബാൽക്കണിയിൽ നിന്നിട്ട് ലയോ 14 മാർപ്പാപ്പ തൻ്റെ കന്നിപ്രസംഗത്തിൽ ലോകത്തോട് പറഞ്ഞ വാചകമാണിത്. മിശിഹായുടെ സുവിശേഷ വെളിച്ചം ലോകം അത്രമേൽ കാക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സാരമെങ്കിൽ, സ്നേഹിതരെ, ആ സുവിശേഷ വെളിച്ചവുമായിട്ട് മലബാറിലേക്ക് മരം കോച്ചുന്ന മഞ്ഞും മലമ്പനിയും മലമ്പാമ്പും ഭീതി വിടർത്തിയ മലബാറിൻ്റെ മലയോരങ്ങളിലേക്ക് കടന്നു ചെന്ന പാലായുടെ മിഷണറിമാരുടെ ത്യാഗപർവ്വതത്തിൻ്റെ ഒരു അഭ്യുതകാംക്ഷിയാണ്, അതിൻ്റെ ഗുണഭോക്താവാണ് ഞാനെന്ന് ഹൃദയപൂർവ്വം പറയട്ടെ. അവർ ഹൈറേഞ്ചിൻ്റെ മലയോരങ്ങളിലേക്ക് മടികൂടാതെ സുവിശേഷത്തിൻ്റെ പ്രകാശവുമായിട്ട് കടന്നു ചെന്നു. ദക്ഷിണേന്ത്യയിലേക്കും ഉത്തരേന്ത്യയുടെ പല പ്രദേശങ്ങളിലേക്കും ആഫ്രിക്കൻ നാടുകളുടെ ഉൾപ്രദേശങ്ങളിലേക്കും ആമസോണിൻ്റെ പ്രദേശങ്ങളിലേക്കും യൂറോപ്യൻ വൻകരകളിൽ പരക്കെയും പാലായുടെ മക്കൾ സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായിട്ട് കടന്നു ചെന്നു. 7.5 പതിറ്റാണ്ട് നീളുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഈ കൃപ നിറഞ്ഞ ഒരു ദൗത്യത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, പാലാരൂപതയ്ക്ക് ഒരമ്മയുടെ ഛായയുണ്ട്. ആ അമ്മ സഹിയോൻ ശാലയിൽ നിന്ന് പെന്തക്കോസ്തായുടെ അഗ്നിസ്നാനം ഏറ്റുവാങ്ങിയ 12 പേരെയും അനുഗ്രഹിച്ചിട്ട് ലോകത്തിന്റെ അതിരുകളോളം പാലാരൂപത എന്ന് പറയുന്ന മിഷണറിമാരുടെ അമ്മ, ദ മദർ ഓഫ് മിഷണറീസ് എന്ന് നിസ്സംശയം പറയാവുന്ന ഈ രൂപത ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് തൻ്റെ മക്കളെ സുവിശേഷത്തിന്റെ വെളിച്ചവുമായിട്ട് പറഞ്ഞയച്ചത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്നാണല്ലോ വേദപുസ്തകം പറയുന്നത്. സ്നേഹിതരെ, മിഷണറിമാരെ, നിങ്ങളുടെ ദീപ്ത പാദങ്ങളിൽ ഞങ്ങളുടെ സ്നേഹപ്രണാമം കൂടി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റേത് കാലത്തെക്കാളും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക്, മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രസക്തി വർദ്ധിച്ചിട്ടുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ആ പ്രസക്തിയുടെ കാരണം ഒരുപക്ഷെ മാധ്യമ കണ്ണുകളിൽ നിന്ന്, ലോകത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന്, വ്യവഹാരങ്ങളിൽ നിന്ന്, ആലോചനകളിൽ നിന്ന് ദൈവം വളരെ കൃപയോടെ മറച്ചു പിടിച്ച ഒരു 20 വർഷം നീളുന്ന മിഷണറി പ്രവർത്തനത്തിൻ്റെ പവിത്രമായ പാരമ്പര്യമുള്ള ലയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് ഉയർത്തുന്നതിലൂടെ തൻ്റെ പ്രസംഗത്തിലുടനീളം
പ്രേഷിത പ്രവർത്തനത്തിന്റെ ആത്മാവിനെ കുറിച്ച്, അത് നമ്മിൽ കൊളുത്തേണ്ട ആത്മചൈതന്യത്തെ കുറിച്ച് അദ്ദേഹം വാചാലനാവുന്നത് വഴി ഞാൻ വിചാരിക്കുന്നു മറ്റേത് കാലത്തെക്കാളും നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് മിഷണറിമാർക്ക് പ്രേഷിത പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ശ്രദ്ധയും ഒരു പ്രാധാന്യവും കൈവന്നിരിക്കുകയാണ്. ഇന്നലെ സിസ്റ്റൈൻ ചാപ്പലിൽ നടത്തിയ പ്രസംഗത്തിൽ ലയോ 14 മാർപ്പാപ്പ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ് അദ്ദേഹത്തിന്റെ ഒരു വാചകം. വിശുദ്ധ ഇഗ്നേഷ്യസ് ആ വാചകം പറയുന്നത്, കൈകാലുകൾ വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹം വന്യമൃഗങ്ങൾക്ക്, സിംഹങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്വരമെന്നോ ഒരുപക്ഷെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പുരാതന കാലത്തെ നീറോയുടെയും കലിഗുളയുടെയും സർക്കസ് എന്നറിയപ്പെടുന്ന മൃഗയാവിനോദത്തിന്റെ ഗ്രൗണ്ടിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാണ്, then I will become the true disciple of Christ when the world no longer sees my body. ഇത്തിരി കഴിയുമ്പോൾ വന്യമൃഗങ്ങൾ ഒരു അസ്ഥി കഷ്ണം പോലും ബാക്കി വയ്ക്കാതെ കടിച്ചു പൊട്ടിച്ച് ഭൗതിക ശരീരത്തെ നാമാവശേഷമാക്കുന്ന, നശിപ്പിക്കുന്ന സമയത്തെ ആത്മാവിൽ കണ്ടിട്ട് മഹാപ്രേക്ഷിതനായിട്ടുള്ള ഇഗ്നേഷ്യസ് പറയാണ്, then I will become truly the disciple of Christ when the world no longer sees my body. ഇതാണ് യഥാർത്ഥത്തിൽ മിഷണറി പ്രവർത്തനത്തിന്റെ ആത്മചൈതന്യം എന്ന് പറയുന്നത്. മാർപ്പാപ്പ ഇഗ്നേഷ്യസിനെ ഉദ്ധരിച്ചുകൊണ്ട് തുടർന്ന് ഇങ്ങനെ പറയാണ്, മിശിഹ നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ അപ്രത്യക്ഷനാകേണ്ടിയിരിക്കുന്നു. മിശിഹ സകലരാരും അറിയപ്പെടുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി ഞാൻ ചെറുതാകേണ്ടിയിരിക്കുന്നു. അവൻ ലോകത്താൽ സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ സ്വയം വ്യയം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ഈ പ്രേക്ഷിതരാരാണ്? വൈദികരായും സമർപ്പിതരായും അൽമായരായിട്ടും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ മിശിഹായെ പ്രഘോഷിക്കുന്ന ഇവരാരാണ്? അവൻ അറിയപ്പെടുന്നതിന് വേണ്ടി സ്വയം ശൂന്യരാക്കപ്പെട്ടവരാണ്. അവൻ സകലരാലും സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി മുറിക്കവേൽക്കപ്പെട്ടവരാണ്. അവൻ മഹത്വീകൃതരാകുന്നതിന് വേണ്ടി സ്വയം വ്യയം ചെയ്തവരാണ്. എൻ്റെ ഒരു സ്നേഹിതൻ അച്ഛനുണ്ട്. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ സിസ്റ്റർ ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത് നീണ്ട പതിറ്റാണ്ടുകൾ. ഞാൻ റോമിൽ പഠിച്ച കാലത്ത് ഈ സിസ്റ്റർ ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ബസിലിക്കകളൊക്കെ കാണാൻ കൊണ്ടുപോയി. അങ്ങനെ നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കാണുന്നത്. അദ്ദേഹം വളരെ സങ്കടത്തോടെ എന്നോട് പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വെളുത്തതായിരുന്നു ഇവൾ. അച്ഛൻ ഇപ്പോൾ ശ്രദ്ധിച്ചോ, ആഫ്രിക്കയിലെ കൊടും വെയിലടിച്ച് കറുത്തതിൻ്റെ തൊലി മുഖം മുഴുവൻ കരുവാളിച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സന്യസ്തർക്ക്, ഈ പുരോഹിതർക്ക് മിശിഹ ലോകത്തിലെങ്ങും സ്നേഹിക്കപ്പെടുന്നതിനും അറിയപ്പെടുന്നതിനും അവൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുന്നതിനും വേണ്ടി അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ വടുക്കളും ക്ഷതങ്ങളും അവരുടെ ശരീരത്തിലുണ്ട്. അവരേറ്റ അപമാനത്തിൻ്റെ തിക്തതകളൊക്കെയും അവരുടെ ആത്മാവിലും മനസ്സിലും അവശേഷിച്ചിട്ടുണ്ട്. പ്രിയരെ, നിങ്ങളേറ്റ മുറിവുകളിലൂടെയാണ്, സഹനങ്ങളിലൂടെയാണ് നമ്മുടെ കർത്താവ് ഇന്നും ലോകത്തിൽ പ്രസക്തനായിട്ട് നിലനിൽക്കുന്നത്. ഞാനൊരു സിനിമ കഥ പറയാം. ഒരു ഇറ്റാലിയൻ സിനിമയാണ്. അതിൻ്റെ പേര് സാൻ പിയത്രോ എന്നാണ്, സെന്റ് പീറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. ഒമർ ഷരീഫ്, വിഖ്യാതനായ ഹോളിവുഡ് നടൻ ഒമർ ഷരീഫ് മുഖ്യ കഥാപാത്രം അഭിനയിച്ച സിനിമയാണ്. വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ചില കാലഘട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം. ഞാനതിലെ 3 മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ മിഷണറി സംഗമത്തിൻ്റെ മനോഹരമായ സമയത്ത് കൊണ്ടുവരട്ടെ. ആദ്യത്തെ രംഗം ആരംഭിക്കുന്നത് ജെറുസലേമിലെ അപ്പസ്തോലിക കൂട്ടായ്മയിലാണ്. പരിശുദ്ധ മറിയത്തോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന ഈ ശിഷ്യരുടെ കൂട്ടായ്മയ്ക്ക് വിശുദ്ധ പത്രോസ് ലീഹായ്ക്ക് റോമിൽ നിന്ന് ഒരു കത്ത് കിട്ടുകയാണ്. നീറോ ചക്രവർത്തി തലവെട്ടിക്കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച് മരണത്തിന്റെ മണിക്കൂർ കാത്തിരിക്കുന്ന ഒരു കൊടുംകുറ്റവാളി കത്തയച്ചിരിക്കുകയാണ് പത്രോസിന്, അയാളുടെ അന്ത്യാഭിലാഷം പറഞ്ഞുകൊണ്ട്. ശിമയോൻ ഈ കത്ത് തുറക്കുകയാണ്. അതിൽ ഈ കൊടുംകുറ്റവാളിയുടെ അന്ത്യാഭിലാഷം, മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയാമോ? കർത്താവ് കേപ്പ എന്ന് വിളിച്ച
സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൊടുത്ത ശിമയോൻ പത്രോസിനെ അയാൾക്ക് അവസാനമായിട്ടൊന്ന് കാണണം. ഈ ആവശ്യം കേൾക്കുന്ന പാടെ ആ കത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശിമയോൻ കണ്ണുകൾ ഉയർത്തുന്നത്. ഓ നോ, ഐ ആം ടു ഓൾഡ്. ജെറൂസലേമിൽ നിന്ന് ദുർഘടമായ കടൽ യാത്ര നടത്തി റോമിലെത്താനും മാത്രം ഒരു യൗവനം ശരീരത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് പറയാണ്, ഓ നോ, ഐ ആം ടു ഓൾഡ്. ഇത് പറഞ്ഞിട്ട് അയാൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ കാണുന്നത് അയാളെ തന്നെ സാഗൂതം നോക്കുന്ന മറിയത്തിന്റെ മുഖത്തേക്കാണ് അയാളുടെ കണ്ണുകൾ ചെല്ലുന്നത്. രണ്ടാമത്തെ രംഗം, പ്രായാധിക്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞ ശിമയോൻ പത്രോസിനെ കാണിക്കുന്നത് ഒരു ദീർഘയാത്രയ്ക്ക്, അയാളുടെ തികഞ്ഞ വാർദ്ധക്യത്തിൽ ദുർഘടമായ ഒരു യാത്രയ്ക്ക് സഞ്ചി മുറുക്കുന്ന ശിമയോൻ പത്രോസിനെയാണ്. മൂന്നാമത്തെ രംഗം, റോമിലെ സമുദ്രതീരത്ത് നിന്ന് റോമാ പട്ടണത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ആപ്പിയൻ വഴിയിലൂടെ അയാൾ റോമിലേക്ക് നടന്നു പോകുന്ന രംഗമാണ്. അങ്ങനെ നടക്കുമ്പോൾ അയാൾക്കെതിരെ റോമിന്റെ മതിലുകൾക്ക് അടുത്തെത്തുമ്പോൾ ഒരാൾക്കൂട്ടം വരുന്നുണ്ട്. അയാൾക്ക് മനസ്സിലാക്കുകയാണ്, തലവെട്ടിക്കൊല്ലാനുള്ള റോമിന്റെ മതിലുകൾക്ക് വെളിയിലെവിടെയോ കൊന്നുകളയാനുള്ള ഒരു കുറ്റവാളിയും കൊണ്ട് ആരാചാരന്മാരുടെ ഒരു സംഘമാണ് ഈ വരുന്നത്. അടുത്തെത്തുന്നതും ശിമയോനെ കണ്ടപാടെ ഈ ആരാചാരന്മാരുടെ വലയത്തിൽ നിന്ന് ഈ കുറ്റവാളി കുതറിയോടി അയാളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കുഞ്ഞിനെ കണക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്, പീറ്റർ, ഐ ആം അഫ്രൈഡ് ഓഫ് ഡൈയിങ്. പീറ്റർ, ഐ ആം അഫ്രൈഡ് ഓഫ് ഡൈയിങ്. ശിമയോൻ പത്രോസിന് വാക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് എന്തു പറഞ്ഞ് ഇയാൾ ആശ്വസിപ്പിക്കണം? സ്നേഹിതരെ, ആരാണ് ഈ ശിമയോനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ആം അഫ്രൈഡ് ഓഫ് ഡൈയിങ് എന്ന് പറഞ്ഞ് കരയുന്ന മനുഷ്യനെന്നറിയാമോ? ഈ പരിശുദ്ധ സഭയുടെ 2000 വർഷം നീണ്ട ചരിത്രം കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ധീരനായ പ്രേക്ഷിതൻ, സാക്ഷാൽ നീറോയുടെ മൂക്കിന്റെ താഴെ നിന്നിട്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്, അവന്റെ നാമത്തെ കൃതി ലോകം വിശിഷ്ടമെന്നോ ശ്രേഷ്ഠമെന്നോ കരുതുന്ന സകലത്തിനെയും ഉച്ഛിഷ്ടം പോലെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ മഹാപ്രേക്ഷിതൻ പൗലോസാണ് പത്രോസിനെ കെട്ടിപ്പിടിച്ച ഒരു കുഞ്ഞിനെ കണക്ക് കരഞ്ഞു പറയുന്നത്, പീറ്റർ, ഐ ആം അഫ്രൈഡ് ഓഫ് ഡൈയിങ്. ശിമയോൻ വാക്കുകൾ കിട്ടാതിരിക്കുകയാണ്. ആരാചാരന്മാർ ഈ പൗലോസിനെ പിടിച്ച് വലിക്കുകയാണ് കൊലക്കളത്തിലേക്ക്. വിരലുകൾക്കിടയിലൂടെ ഊർന്നു പോകുന്ന ഒരു സമയത്ത് ശിമയോൻ ഇങ്ങനെ വിളിച്ചു പറയും, ഹൂ ഷാൽ സെപ്പറേറ്റ് us from the love of Christ? Who shall separate us from the love of Christ? ഇത്രയും നേരം പീറ്റർ, ഐ ആം അഫ്രൈഡ് ഓഫ് ഡൈയിങ് എന്ന് പറഞ്ഞ കരഞ്ഞ പൗലോസിന്റെ വിലാപം ഒരൊറ്റ നിമിഷം കൊണ്ട് നിൽക്കുകയാണ്. ഹൂ ഷാൽ സെപ്പറേറ്റ് us from the love of Christ എന്ന ഒറ്റ വാചകം കേൾക്കുമ്പോൾ അയാളുടെ വിലാപം നിലയ്ക്കും. ഒരു വല്ലാത്ത പ്രത്യാശയോടെ ആത്മധൈര്യത്തോടെ അയാൾ ശിരസ്സുയർത്തും. പത്രോസി വിളിച്ചു പറഞ്ഞ വാചകം ആരെങ്കിലും എവിടെങ്കിലും എഴുതിയ വാചകമായിരുന്നില്ല. ഇതേ പൗലോസ് നീറോയുടെ ഭീകര പീഡകൾക്ക് കീഴെ ആത്മബലം നഷ്ടപ്പെട്ട പേടിച്ചെരുണ്ട റോമിലെ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അയാൾ ഒരു ലേഖനം എഴുതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 35-ാം വചനത്തിൽ പീഡിത സഭയ്ക്ക് ആത്മബലം നൽകിക്കൊണ്ട് മഹാപ്രേക്ഷിതൻ പൗലോസ് പറയാണ്, ഹൂ ഷാൽ സെപ്പറേറ്റ് us from the love of Christ? ഇത് കേട്ടപാടെ, താൻ എഴുതിയ വാചകം കേട്ടപാടെ പൗലോസിൽ ഒരു പുതിയ ധൈര്യം വരികയാണ്. ശിരസ്സുയർത്തി റോമിന്റെ മതിലുകൾക്ക് വെളിയിലെ കൊലക്കളത്തിലേക്ക് പിന്നതിന്റെ ബാക്കി അയാളാണ് പൂരിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഷാൽ പെർസെക്യൂഷൻ ഓർ ഫാമിൻ, നേക്കഡ്നെസ് ഓർ സോഡ്, ഡേഞ്ചർ, അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നിട്ടത് പൂരിപ്പിക്കുന്നത് എങ്ങനെയാണ്? Knowing all these things, we are conquerors by the one who have loved us. നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം വാളിലും പട്ടിണിയിലും ആപത്തിലും നഗ്നതയിലും നമ്മൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പൗലോസ് കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. മിഷണറിമാരായിരിക്കാൻ, പ്രേക്ഷിതരായിരിക്കാൻ വേണ്ട ഏറ്റവും വലിയ ഗുണമെന്താണ്? നസറായനായ യേശുവിനോടുള്ള സ്നേഹമല്ലാതെ മറ്റെന്താണ്? ഈ കാലത്ത് സ്നേഹത്തെക്കുറിച്ച് പറയാൻ വൈദികർക്കോ സമർപ്പിതർക്കോ സന്യസ്തർക്കോ സന്യാസിമാർക്കോ തീരെ താല്പര്യമില്ല. കാരണം പ്രണയത്തെ ബലി ചെയ്തവരാണ് നമ്മളെന്നാണല്ലോ വെപ്പ്. പ്രണയത്തെ ബലി ചെയ്തിട്ടാണ് നമ്മൾ ഈ ശുഭ്രവസ്ത്രമോ സന്യാസ വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത്, ഉള്ളിലെ പ്രണയത്തെ. പക്ഷെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ നമ്മൾ മടിക്കുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവുന്ന അറിയാമോ? സ്നേഹമില്ലാത്തൊരു സമൂഹം നമുക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്.
സ്നേഹമില്ലാത്ത ഒരു സമൂഹം രൂപപ്പെടുന്നുണ്ട്. ഈ സഭയുടെ അടിത്തറയായിട്ട് മിശിഹ ഉയർത്തിയ സുഹൃതം എന്തായിരുന്നു? അവൻ തിബേരിയാസിന്റെ തീരത്ത് വലിയ മുക്കുവനോട് ചോദിച്ച ചോദ്യം ഡു യു ലവ് മീ എന്നുള്ളതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നും ഓരോ പ്രേക്ഷിതരുടെ മുമ്പിലും അവൻ ചോദിക്കുന്ന ചോദ്യം അഗാപ്പേസ് മേ പ്ലയോൺ തൂത്തോൺ, നീ എന്നെ സ്നേഹിക്കുന്നോ, ഡു യു ലവ് മീ എന്നാണ്. ഈ ഒരു കൂടിവരവ് പ്രേക്ഷിതരെ നമ്മുടെ ഉള്ളിലെ സ്നേഹ ചൈതന്യത്തെ ജ്വലിപ്പിക്കാനുള്ള ഒരു കാരണമാവട്ടെ. ഉള്ളിൽ സ്നേഹം ജ്വലിക്കുമ്പോഴാണ് അത് കമ്മ്യൂണിയനിലേക്ക്, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത്. അസ്വസ്ഥതകളും വിഭാഗീയതകളും ഭിന്നതകളും അനുസരണക്കേടുകളും സഭകളിലും സന്യാസ ഭവനങ്ങളിലും പെരുകുന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിലെ സ്നേഹം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്നേഹം ജ്വലിക്കുമ്പോൾ കൂട്ടായ്മ ജ്വലിക്കും, അവിടെ വിധേയത്വവും അനുസരണവും ഉണ്ടാവും. നസ്രായന്റെ സഭ നമ്മളിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടും. ദ റിയൽ ട്രീറ്റ്മെന്റ് ഫോർ എ സിക്ക് ചർച്ച് ഈസ് ടു പുട്ട് ഇറ്റ് ഓൺ എ മിഷണറി ഡയറ്റ് എന്നൊരു ചൊല്ലുണ്ട്. രോഗാതുരയായ സഭയ്ക്കുള്ള യഥാർത്ഥ ചികിത്സ എന്താണ്? അതിനെ ഒരു മിഷണറി ഡയറ്റ് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഭ ഇന്ന് പലയിടത്ത് പല മേഖലകളിൽ രോഗാതുരയാണ്. ആ സഭയെ ഒരു മിഷണറി ഡയറ്റിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് ഓർപ്പിക്കാൻ, മിഷണറിമാരുടെ ഉള്ളിൽ ജ്വലിക്കേണ്ട സ്നേഹത്തിന്റെ സാർവലൗകികതയെക്കുറിച്ച് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നസറായനോടും അവൻ്റെ സഭയോടുമുള്ള അഗാധ സ്നേഹത്താൽ സ്നേഹിതരെ നിങ്ങൾ ജ്വലിക്കാനിടയാവട്ടെ എന്ന ദീപ്ത പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. പാലായിൽ വന്നിട്ട് ഒരു വാക്ക് സുറിയാനി പറഞ്ഞില്ലെങ്കിൽ അത് മോശമാകും. ബ്രീഖ് ക്യംദാദ മാറാൻ ഈശോമിശിഹ. നമ്മുടെ കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.